ഡിയർ സ്റ്റുഡൻസ്, ബാലനഗർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് സബ്ജക്റ്റിലെ ലിവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ലിവർ എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. അതെന്താ ചെയ്യുന്നത്? അതൊരു ഫിക്സഡ് പോയിൻ്റ് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഫിക്സഡ് പോയിൻറ്റിനെ നമ്മൾ പറയുന്നതാണ് ഫൽക്രം. ബേസിക്കലി ലിവർ എന്തിനെ നമ്മളെ സഹായിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാക്കി തരുന്നതിന് വേണ്ടിയാണ് ലിവർ ഉപയോഗിക്കുന്നത്. ലിവർ എന്ന് പറയുന്ന ഒരു ബേസിക് ടൂളാണ്. ഈജിപ്ഷ്യൻ കാലത്ത് മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഏൻഷ്യൻ ടൂളാണ് ലിവർ. ഒരു ലിവർ വെച്ചിട്ട് നമുക്കൊരു 100 ടൺ വെയിറ്റ് വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ലിവർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഷീനാണ്. അതിൽ നമുക്കൊരു പിവറ്റ് അല്ലെങ്കിൽ ഒരു ഫൽക്രം എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൻ്റെ ചുറ്റും ഒരു സ്ഥലത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, മറ്റേ പോയിൻറ്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ മിനിമം ഫോഴ്സ് കൊണ്ട് നമുക്ക് ഈ ലോഡിനെ മൂവ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ലിവർ. ലിവറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫോഴ്സിന്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്ത് ഒരു ബിഗ്ഗർ ഔട്ട്പുട്ട് ഫോഴ്സാക്കി മാറ്റും. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ഫോഴ്സായിരിക്കും, നമ്മളൊരു 1 ന്യൂട്ടൺ ഫോഴ്സായിരിക്കും അപ്ലൈ ചെയ്യണേ. പക്ഷേ ആ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് നമുക്കൊരു 200 kg ഒരു ലോഡിനെ വരെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്താ ചെയ്യുക? നമ്മുടെ ഫോഴ്സിനെ അത് ആംപ്ലിഫൈ ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബിഗ്ഗർ ഫോഴ്സാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ലിവർ ചെയ്യുന്നത്. ലിവറിൽ മെയിൻലി 2 ഭാഗങ്ങളാണുള്ളത്. ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ബാർ നിങ്ങളിപ്പോൾ ഇമേജിൽ കാണുന്ന പോലെ, അതോടൊപ്പം തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫൽക്കർ. ഈ ഫൽക്കറത്തിൻ്റെ ചുറ്റുമാണ് ഈ ബാർ അല്ലെങ്കിൽ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ലിവറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ദ ഫോഴ്സ് പുഷിങ് അപ്പോർട്ട്. നമ്മളൊരു സ്ഥലത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ. ഇപ്പോൾ നമ്മൾ ഫോർവേഡായിട്ട് അപ്പോർഡാണ് പുഷ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡൗൺവേർഡ് ഫോഴ്സ് അതർ പോയിൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ചുറ്റും ഇത് സംഭവിക്കുന്നത് ഫൽക്രത്തിൻ്റെ 2 എൻഡിലായിട്ടായിരിക്കും സംഭവിക്കുന്നത്. നമ്മളുടെ എവറിഡേ ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള ലിവേഴ്സ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിൽ ചില എക്സാമ്പിൾസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ സീസോ. നമ്മൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏതെങ്കിലും പാർക്കിൽ പോയാൽ ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു പ്ലേയിങ് ഇൻസ്ട്രുമെൻ്റാണ് സീസോ. സെക്കൻഡ് വൺ വീൽ ബാരോ അല്ലെങ്കിൽ നമ്മുടെ ട്രോളി ഈസ് എ ടൈപ്പ് ഓഫ് ലിവറാണ്. പിന്നെ ബേസ്ബോൾ ബാറ്റ്, അതൊരു ടൈപ്പ് ഓഫ് ലിവറാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 3 classes ഓഫ് ലിവേഴ്സാണ്. മെയിൻലി ദർ ആർ 3 classes ഓഫ് ലിവേഴ്സ്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആൻഡ് തേർഡ് ക്ലാസ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ ടൈപ്പിൽ ഈ ക്ലാസ്സസിനെ നമ്മൾ വേർതിരിച്ചേക്കുന്നത് ഈ ഫൽക്രം അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഫോഴ്സ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഫോഴ്സിലുള്ള ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് അനുസരിച്ചാണ്. ചില സമയത്ത് നമുക്ക് ഫൽക്രം സെൻട്രലായിരിക്കും വരിക, ഔട്ട്പുട്ട് ഫോഴ്സ് ഒരു എൻഡിലും ഇൻപുട്ട് ഫോഴ്സ് അടുത്ത എൻഡിലും, ഓരോ രീതിയിൽ. അപ്പോൾ 3 ക്ലാസ്സസിൽ 3 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് വരിക. അങ്ങനെയാണ് ലിവേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൽക്രം അല്ലെങ്കിൽ പിവറ്റ് പോയിൻ്റ് എപ്പോഴും സെൻട്രലായിരിക്കും ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഫോഴ്സ് ഒരു സൈഡിൽ കൊടുക്കും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫോഴ്സ് അടുത്ത എൻഡിൽ കിട്ടും. സെൻട്രൽ പോയിൻറ്റിലായിരിക്കും നമുക്ക് ഫൽക്രം പ്ലേസ് ചെയ്തേക്കുന്നത്. അതിന് എക്സാമ്പിൾസാണ് നമ്മുടെ സീസോയിൽ നമ്മളെല്ലാവരും കണ്ടേക്കുന്നത് പോലെ നടുക്കാണ് അതിൻ്റെ സ്റ്റാൻഡ്. അതിൻ്റെ 2 എൻഡിലായിട്ടായിരിക്കും കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലെയറിൽ നമ്മൾ ലോഡ് അല്ലെങ്കിൽ സെൻട്രൽ പോയിൻ്റ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എഫേർട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു എൻഡിൽ, ഔട്ട്പുട്ട് കിട്ടുന്നത് നെക്സ്റ്റ് എൻഡിൽ. വേറെ എക്സാമ്പിൾസാണ് ഹാമേഴ്സ് ക്ലോ, സിസേഴ്സ്, പ്ലയർ. ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. അടുത്ത ടൈപ്പ് ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് ലിവറിൽ ഈ ലോഡ് ഫൽക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും സെൻട്രലായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഫോഴ്സ് ഒരു എൻഡിൽ കൊടുക്കും,
ഫൾക്രം അടുത്ത എൻഡിലും സെൻട്രലായിരിക്കും നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ ലോഡ് കിട്ടുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ട്രോളി അല്ലെങ്കിൽ വീൽ ബാരോ. ഈ വീൽ ബാരോയിൽ എന്താ സംഭവിക്കുന്നത്, വീൽ ബാരോയിൽ ഫൾക്രം എന്ന് പറയുന്നത് ആ ടയർ ജോയിൻ ചെയ്തേക്കുന്ന ടയറാണ് നമ്മുടെ ഫൾക്രം. ടയറിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ഫൾക്രമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടയർ നമുക്ക് ഒരെൻഡിലാണ് ഇരിക്കുന്നത്, നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അടുത്ത എൻഡിൽ, നമ്മുടെ ലോഡ് ഇവിടെ ഇരിക്കുന്നത് സെൻറ്ററിൽ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ഓഫ് ലിവേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് വീൽ ബാരോ. അതുപോലെ തന്നെ നമ്മൾ പേപ്പർ ഷീറ്റ് കട്ടർ, ബോട്ടിൽ ഓപ്പണർ, ലൈം സ്ക്യൂസേഴ്സ്, നട്ട് ക്രാക്കേഴ്സ് ഒക്കെ സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിവേഴ്സ് എന്ന് പറയുന്നത് തേർഡ് ക്ലാസ് ഓഫ് ലിവർ. ഇതിൽ എഫേർട്ടായിരിക്കും സെൻറ്റർ പോയിൻറ്റിലിരിക്കുക, ഫൾക്രം ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് രണ്ട് എൻഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഹ്യൂമൻ ഫോറാം, അതല്ലെങ്കിൽ ഫോർസെപ്സ്, ബ്രൂം, ഫയർ ടോങ്സ്, ഫിഷിംഗ് റോഡ് എന്നിവയൊക്കെ അതിന് എക്സാമ്പിൾസാണ്. ഫിഷിംഗ് റോഡിൽ നമുക്ക് നോക്കാം. ഫിഷിംഗ് റോഡിൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ, ലോഡ് ഒരു എൻഡിൽ, ഫൾക്രം അടുത്ത എൻഡിലായിട്ടായിരിക്കും നമുക്കിരിക്കുന്നത്. നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് സെൻറ്റർ പോയിൻറ്റിലായിരിക്കും. വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ടോങ്സിലായാലും സെയിം കൺസെപ്റ്റാണ്. ലോഡ് കൊടുക്കുന്നത് ഒരു എൻഡിൽ, ലിവർ ഇരിക്കുന്ന അടുത്ത എൻഡിൽ, നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് സെൻറ്റർ പോയിൻറ്റിലായിട്ടായിരിക്കും നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം തേർഡ് ക്ലാസ് ലിവേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ലിവർ എന്താണെന്നും ലിവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നും ലിവറിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതെല്ലാം ടൈപ്സ് ഓഫ് ലിവേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.